എല്ലാവരും പറയുന്നുണ്ടല്ലോ കേരളത്തിലുള്ള ഫിഷ് വേറെ സ്റ്റേറ്റിലേക്ക് പോകണം. ശരിക്കും കേരളത്തിൽ നല്ല ഫിഷ് എക്സ്പോർട്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിലേക്ക് പോകുന്നതാണോ? അതിൻ്റെ ഒരു ഇതെന്താ? നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് കയറി പോകും. കേരളത്തിലെ ഫിഷിന് കേരളത്തിലൊരു മാർക്കറ്റ് ഉണ്ട്. തമിഴ്നാടിന്റെ ഫിഷ് കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഫിഷ് എക്സ്പോർട്ട് ചെയ്യാൻ നടക്കുന്ന അല്ലെങ്കിൽ എക്സ്പോർട്ട് ബിസിനസ് ചെയ്യാൻ നടക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അതേപോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ്ങിൽ ഉണ്ടാവും. അവരോട് പറയാനുള്ള ഒരു നോട്ടബിൾ പോയിന്റ് പറയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താവും? ഇതിൽ എംബടെ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഗവൺമെന്റിന്റെ പോസ്റ്റ് ഇതുണ്ട്. അതിനകത്ത് നമുക്കൊരു 5% വരെ നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് കിട്ടും. ശരിക്കും പറയുന്നത് നമ്മളൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് കൊടുക്കണെന്നുണ്ടെങ്കിൽ നമ്മൾ തേടിയിട്ട് അവർ നമുക്ക് കൺസിസ്റ്റന്റ് സാധനം കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞാല് അതിന്റെ ആവശ്യക്കാർ നമ്മുടെ ഇതിന് ഇപ്പോൾ ഒരു ഫിഷ് എക്സ്പോർട്ട് ഒരാൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര രൂപ സ്റ്റാർട്ടിംഗ് എക്സ്പെൻസ് വരും ഏകദേശം? അതിപ്പോൾ ഒരു പ്ലാന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് വരും. നമുക്ക് ആ കറക്റ്റ് ബോട്ടുകൾ ഹാർബറിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുക. മാർക്കറ്റിൽ നമ്മൾ കളക്ട് ചെയ്യുന്നില്ല. മാർക്കറ്റിൽ നിന്നില്ല, നമ്മൾ ബോട്ടിൽ നിന്ന് അൺലോഡ് ചെയ്യുക. ആ സമയത്ത് തന്നെ അവിടെ ഉള്ള ഏജൻസി ലോക്കൽ ആളുകളായിട്ട് നമ്മൾ ഇന്ന് നമ്മൾ ഒരുപാട് ആശയങ്ങളും നടപ്പിലാക്കിയിട്ടുള്ള ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ബിസിനസ്സൊക്കെ ചെയ്തിട്ട് അതിൽ വളരെ ഫ്ലറിഷ് ആയിട്ടുള്ള ബിസിനസ് ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്, മിസ്റ്റർ ജമാനുദ്ദീൻ. ഹായ്. ഹായ് ഷഫീഖ്. എന്താ നിങ്ങൾ ചെയ്തത്? ശരിക്കും നിങ്ങൾ എക്സ്പോർട്ട് ബിസിനസ്സൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ ശരിക്കും നിങ്ങൾ ജേണി എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്? എന്തായിരുന്നു നിങ്ങളെ ഒരു പഠനമൊക്കെ എവിടെ ഇരുന്ന് ഞാൻ നോർമലായിട്ട് ഹയർ സെക്കൻഡറി സ്റ്റഡി കഴിഞ്ഞതിൻ്റെ ശേഷം എൻ്റെ ബ്രദർ ഒരു ഫിഷ് എക്സ്പോർട്ടിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്ത്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇതിലെ അല്ല, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എൻ്റെ ഫിഷിലല്ലായിരുന്നു. ആദ്യമായിട്ടാണ് ബ്രദർ ഗ്രോസറി ഹോൾസെയിൽ പരിപാടിയായിരുന്നു. അതിൽ നിന്ന് പെട്ടെന്ന് സ്വിച്ച് ചെയ്തതാണ്. ബ്രദർ GCCയിൽ ഈ പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് വേറെ ടീമിൻ്റെ ഒക്കെ. അപ്പോൾ അതിൻ്റെ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇതിലേക്ക് എത്തിയതാണ്. അപ്പോൾ എത്ര വർഷം ഈ പരിപാടി ചെയ്ത്? 12 വർഷം ഫിഷ് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടുന്നായിരുന്നു നിങ്ങൾ കൂടുതൽ സോഴ്സ് ചെയ്തിരുന്നത് ആ സമയത്ത്? തമിഴ്നാട്, തൂത്തുക്കുടി, കന്യാകുമാരി ആ ഏരിയയിൽ നിന്ന്. ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ടല്ലോ കേരളത്തിലുള്ള ഫിഷ് വേറെ സ്റ്റേറ്റിലേക്ക് പോകണം. ശരിക്കും കേരളത്തിൽ നല്ല ഫിഷ് എക്സ്പോർട്ട് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ വേറെ സ്റ്റേറ്റിലേക്ക് പോകുന്നതാണോ? അതിൻ്റെ ഒരു ഇതെന്താ? നല്ലൊരു ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് കയറി പോകും. കേരളത്തിലെ ഫിഷിന് കേരളത്തിലൊരു മാർക്കറ്റ് ഉണ്ട്. തമിഴ്നാടിന്റെ ഫിഷ് കൂടുതലായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കൂടുതൽ എക്സ്പോർട്ടേഴ്സ് ആ ഭാഗത്താണ്. അത് ഓരോ റീജിയൻ അനുസരിച്ചാ. നമ്മള് GCC, എൻ്റെ വീട്ടില് ഞാൻ, ഫാദർ, ഉമ്മ, ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്. എന്താ ഈ ഇതിന്റെ മുന്നേ എന്തായിരുന്നു വേറെ പരിപാടി? അപ്പോൾ ഫാദർ ബേക്കറി ബിസിനസ് ആയിരുന്നു. കോളേജ് ശരിക്കും ഇപ്പോൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞിട്ട് എന്തായിരുന്നു പരിപാടി? അപ്പോൾ ഹയർ സെക്കൻഡറി കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഈ ഫിഷ് എക്സ്പോർട്ടിൽ എത്തിയിട്ടുണ്ട്. പിന്നെ കണ്ടിന്യൂസ് പഠനം അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ പോയി. പിന്നെ അതിന് ശേഷം ബിസിനസ്സിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ആവശ്യമുള്ള പല മേഖലകളും നമ്മൾ പഠിക്കാൻ തുടങ്ങിയത്. പല ബിസിനസ് ക്ലാസ്സിലും പോകണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മാർക്കറ്റിംഗ്, സെയിൽസ്, പല ഭാഗങ്ങളും നമുക്ക് ആവശ്യമുള്ളതൊക്കെ പിന്നീട് പഠിച്ചെടുത്തു. ഈ ഫിഷ് എക്സ്പോർട്ട് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ, കാരണം ഇത് ചോദിക്കാൻ കാരണം ഫിഷ് എക്സ്പോർട്ട് ചെയ്യാൻ നടക്കുന്ന അല്ലെങ്കിൽ എക്സ്പോർട്ട് ബിസിനസ് ചെയ്യാൻ നടക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ കമ്മ്യൂണിറ്റിയിലും അതേപോലെ തന്നെ നമ്മുടെ സറൗണ്ടിങ്ങിലുണ്ടാവും. അവരോട് പറയാനുള്ള ഒരു നോട്ടബിൾ പോയിന്റ് പറയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താവും? ഫിഷ് എക്സ്പോർട്ട് ഇപ്പം ബയ്യേഴ്സാണ് അതിൽ മെയിനായിട്ടുള്ളൊരു പോയിന്റ്. ട്രസ്റ്റ് ആയിട്ടുള്ള ബയ്യേഴ്സ് ആയിരിക്കണം ഒന്ന്. കാരണം മറ്റു രാജ്യത്തേക്ക് നമ്മൾ ഡീൽ ചെയ്യണത്. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അത് അത്രയും കറക്റ്റായിട്ടാണ് പോകേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക്. നമ്മളെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പൗതി. എത്ര ഒരു മാസം ഏകദേശം ഒരു എത്ര രൂപയുടെ ബിസിനസ് ചെയ്തിട്ടുണ്ടോ? ഒരു ആവറേജ് പറയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാനാണ്. അതിപ്പോൾ നമുക്കൊരു ഷിപ്മെൻറ്റിന് ചിലപ്പോൾ ഒരു 15-20 ലക്ഷത്തിൻ്റെ ആയിരിക്കും. അങ്ങനത്തെ ഒരു ആഴ്ചയിൽ 3 വെച്ച് കൂട്ടാന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു CR 2 CR മേലെ. ഗവൺമെന്റ് എന്തെങ്കിലും സബ്സിഡി നമുക്ക് പൈസ കൊണ്ട് റിട്ടേൺ തരാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇതിൽ എംബടെ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഗവൺമെന്റിന്റെ പോസ്റ്റ് ഇതുണ്ട്. അതിനകത്ത് നമുക്കൊരു 5% വരെ നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, ഇപ്പോൾ എക്സ്പോർട്ടിലേക്ക് നിങ്ങൾ വന്നു, അങ്ങനെ ഗവൺമെന്റ് സപ്പോർട്ട് എടുത്തു. അപ്പോൾ ഈ നിങ്ങൾ നേരിട്ട് കടപ്പുറത്ത് പോയിട്ടാണ് സോഴ്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ടീംസിനെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്തിരുന്നതിൻ്റെ ഒരു സിസ്റ്റം? നമുക്ക് ആവശ്യമുള്ള കടപ്പുറത്തൊക്കെ ആളുകളുണ്ടാവും. അവരൊരു ടൈപ്പാ. അവർ നമ്മൾ ഫോൺ കോളിൽ
ആദ്യം നമ്മൾ അറിയിക്കും ഇന്നൊരു മീൻ വരുന്നുണ്ട്, നമ്മളെ റിക്വയർമെന്റ് അവരെ രാവിലെ ഇടും. അപ്പൊ അതിനനുസരിച്ച് സാധനം അവിടെ വന്നു കഴിഞ്ഞാൽ അവർ അറിയിക്കും. അപ്പൊ എത്ര സമയത്തെ പ്രോസസ്സാണ് ഒരു ഇപ്പൊ ഒരു ഓർഡർ വന്നു നമുക്ക്, അതല്ലെങ്കിൽ ഇന്ന റിക്വയർമെന്റ് ഉണ്ട്, ആ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ എത്ര സമയം എടുത്തിന്? അത് നമുക്ക് എല്ലാ കടക്കരയിലും രാവിലെ തൊട്ട് ആ ഒരു കടക്കര തീരുന്ന വരെ ഇതുണ്ട്. അന്നൊക്കെ സ്റ്റോക്ക് നമുക്ക് അറിയാൻ പറ്റും. അത് ആ റിക്വയർമെന്റിന് ഈക്വൽ ആയി കഴിഞ്ഞാൽ അന്ന് തന്നെ ഷിപ്മെന്റ് കയറിപ്പോ. അപ്പൊ ഇതിന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സമയമൊന്നുമില്ല. ശരിയില്ല. അപ്പോൾ എന്തായിട്ടാണ് കൂടുതൽ ഇവിടുന്ന് കയറ്റിയേക്കുന്നത്? GCC കാണുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പർ, ഹമ്മൂർ, ശരി. അത് ഹമ്മൂർ എന്ന് പറയുന്നത് സൗദിയിലൊക്കെ ആ ഒരു ടൈപ്പ്. ഹമ്മൂർ കേരളത്തിൽ ഹമ്മൂർ തന്നെയല്ലേ പറയുന്നത്? അത് കുറച്ച് വലിയ സൈസാണ്. വലിയ സൈസ് ആവും. പല ഗ്രേഡും ഉണ്ട്. ഗ്രേഡ് ബേസ് ചെയ്തിട്ട് അതൊക്കെ പോകുന്നത്. ആ ഗ്രേഡ് ബേസ് ആണല്ലേ. ശരിക്കും നമുക്ക് വരുന്നതിനൊക്കെ എല്ലാം കിലോമീറ്റർ റേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് തരിക. ഈ എക്സ്പോർട്ടൊക്കെ പോയിട്ട് ലാസ്റ്റ് ബാക്കിയുള്ള ഐറ്റാണ് നമ്മളെ വീടിന് മുന്നിലൊക്കെ PPP പറഞ്ഞു വരുന്നത്. അത് ഇവിടെ അതിന് ആ ഒരു ഈ പറഞ്ഞ അമൂർ ഐറ്റംസ് ഒന്നും ഇവിടെ മാർക്കറ്റിൽ വരൂല. ഇല്ല, ഇവിടെ നമ്മൾ നല്ല മീൻ നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെയാണോ? അതിന്റെ ഉപഭോക്താക്കൾ ഇവിടെ ഇല്ലാത്തോണ്ടായിരിക്കാം, എന്താ അറിയില്ല. ഇപ്പൊ ഒരു മീൻ നമ്മൾ ടേസ്റ്റ് ചെയ്താലല്ലേ എങ്ങനെ നല്ല അടിപൊളി. ഇപ്പൊ ഞങ്ങളെ സ്റ്റോറിൽ അവിടെ ബാംഗ്ലൂർ വന്ന സമയത്ത് ഒരു മീൻ ടേസ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു, ഒരു മീനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ മീൻ ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞു ഇത് നമ്മൾ എക്സ്പോർട്ടിന് പോകുന്ന അതേ ക്വാളിറ്റി മീൻ ഇവിടെ കൊടുക്കുന്ന സാധനം ആയതുകൊണ്ടാണ് കേരളത്തിൽ ഇത് കിട്ടാത്തതാണ്. അത് നിങ്ങളെ കസ്റ്റമറോട് അതായിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഈ സംഭവം ഇത് കേരളത്തിലുള്ള നിലവിൽ ചെയ്യുന്ന എല്ലാം മത്തിയായാലും മാത്രം വിറ്റാൽ മതി, അല്ലെങ്കിൽ കുറച്ച് അങ്ങനത്തെ കുറച്ച് ഐറ്റം മാത്രം വിറ്റാൽ മതി എന്നുള്ള ചിന്തയിൽ ലാഭം നോക്കിയിട്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. എന്താണ് അതിന്റെ വാങ്ങുന്ന ആൾക്കാർക്ക് ഈ ക്വാളിറ്റി മതി എന്നുള്ള ഇത് മതി? രണ്ട് സൈഡ് ഉണ്ട്. ഒന്ന് വാങ്ങുന്ന ആൾക്കാർ ഇത്രയും വെറൈറ്റി ടെസ്റ്റ് ചെയ്യാൻ അവരും തയ്യാറല്ല, പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമ്മളെപ്പോലെ എല്ലാം പരീക്ഷിക്കാൻ. പിന്നെ പുറത്തൊക്കെ പോയി എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ ഇങ്ങനത്തെ സാധനം കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വാങ്ങും. അവരിത് ഓൾറെഡി പരിചയമുള്ള സാധനമായിരുന്നു. അപ്പോൾ ഈ ഫിഷ് ഇപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നില്ല, അപ്പോൾ എങ്ങനെ കുക്ക് ചെയ്താണ് ഈ ഫിഷ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക? അതിൻ്റെ ഒരു നിങ്ങളൊരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ, കാരണം എനിക്ക് ഒരു മാരിനേറ്റ് കുക്ക് ചെയ്തിട്ട് സാധനം തന്നു, പക്ഷേ അതല്ലാത്ത ഇപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ, എന്താണ് അതിൻ്റെ ഒരു? അത് ഓരോന്നിനും ഓരോ ട്രഡീഷണൽ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളെ ആളുകൾ കൂടുതൽ സ്പൈസി പുളിയൊക്കെ ഉള്ള ടേസ്റ്റ് വേണം. പക്ഷേ നോർത്ത് ഇന്ത്യൻ GCCയിലൊക്കെ പോയി കഴിഞ്ഞാൽ ലൈറ്റ് മസാലയിൽ കുക്ക് ചെയ്തിട്ട് ഫിഷിൻ്റെ ഫ്ലേവർ കൂടുതൽ ആണ്. അത് ഓരോരുത്തരും ഒരു കമ്മ്യൂണിറ്റിൻ്റെ. തിരിച്ച് നമുക്ക് വീണ്ടും എക്സ്പോർട്ടിലേക്ക് വരാം. കാരണം നിങ്ങൾ കുറച്ചും കൂടി കൂടുതൽ പഠിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും അതാണല്ലോ. ഒരാൾക്ക് ഇപ്പോൾ ഒരു എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങുന്നത് അയാൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? അയാൾ ആദ്യം ഫിഷ് എന്നല്ല, കോമൺ ആയിട്ടുള്ളാണെങ്കിൽ അതും പറയാം. നിങ്ങൾക്ക് അറിയുന്ന ഫിഷിലായിരിക്കും. അപ്പോൾ ഫിഷ് ബേസ് ചെയ്തിട്ട് പറഞ്ഞു. എംബഡന്റെ ഒരു ഓഫീസ് ഉണ്ടാവും കൊച്ചിയിൽ. അവിടെ പോയിട്ട് ബേസിക്കലി എവിടെ വരുന്നത്? കൊച്ചി ടൗൺ കോർപ്പറേഷന്റെ ഭാഗത്തായിട്ടാണ് വരുന്നത്. എംബഡന്റെ ഗൂഗിൾ ചെയ്താൽ കിട്ടും. അവിടെ പോയി എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് സ്റ്റെപ്പുകളൊക്കെ അവർ പറഞ്ഞു തരും. പിന്നെ നിങ്ങൾ ബയേഴ്സിന് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ബയേഴ്സിന് ഉണ്ടാക്കുക എന്താ ചെയ്യേണ്ടത്? ബയേഴ്സിന് നിങ്ങൾ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു, ബാക്കി ഉള്ളവർക്ക് ബയേഴ്സിന് ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല എന്താ? അതായത് ജസ്റ്റ് ലിങ്ക്ഡിനിൽ മെസ്സേജ് അയക്കാണോ അല്ലെങ്കിൽ ഇന്ത്യ മാർട്ട് തരികയാണോ? അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഐഡിയ? നമുക്ക് പിന്നെ നമ്മൾ ബ്രദറിനാണ് ഫസ്റ്റ് വിട്ടു തുടങ്ങിയത്. അപ്പോൾ അവിടെ നിന്നുള്ള പിന്നെ അവർ ഗൂഗിൾ സെർച്ച് ചെയ്യും ഈ സാധനം എവിടെ വരുന്നത്, ഈ പാർട്ടി. അതിന് വേണ്ടിയിട്ട് എന്താ വെബ്സൈറ്റ് എന്തെങ്കിലും ചെയ്തിരുന്നു? അതല്ല അല്ല നമ്മൾ ആ സമയത്ത് അത് ചെയ്തിട്ടില്ല. ഇല്ല. പിന്നെ അങ്ങനെ തിരിച്ചെങ്കോരോ നീന്നപ്പോ അത് ഈ കമ്പനിയുടെ പേരൊക്കെ ചെയ്തിട്ട് റെഫറൻസിലൂടെ വരും. ബോക്സിലൊക്കെ പോകണൊക്കെ നോക്കിയിട്ട് തിരിച്ചെങ്കുവരെ. ശരിക്കും പറയുന്നത് നമ്മളൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് കൊടുക്കണെന്നുണ്ടെങ്കിൽ നമ്മൾ തേടിയിട്ട് അവർ നമുക്ക് കൺസിസ്റ്റൻസി സാധനം അവിടെ കണ്ടു കഴിഞ്ഞാല് അതിന്റെ ആവശ്യക്കാർ നമ്മുടെ ഈ കൺസിസ്റ്റൻസി എന്നുള്ളത് ഉദ്ദേശിക്കണം എങ്ങനെയാണ്? ഇപ്പൊ എത്ര സമയം പീരീഡിനുള്ളിൽ ഇത് കളക്ട് ചെയ്ത് ഒരു റിക്വയർമെന്റ് എടുത്തിട്ട് ആ സാധനം എത്തിക്കുക? അവർക്കൊരു മാർക്കറ്റ് ഡിമാൻഡുള്ള ദിവസങ്ങളുണ്ടാവും, വ്യാഴാഴ്ച അങ്ങനത്തെ ദിവസങ്ങളൊക്കെ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് മുടങ്ങാതെ നമ്മളെ ബയേഴ്സിന് എത്തുന്നുണ്ടെങ്കിൽ ആവശ്യക്കാർ നമ്മുടെ അടുത്തേക്കും തേടി. ഇതിന് ഇപ്പൊ ഒരു ഫിഷ് എക്സ്പോർട്ട് ഒരാൾ തുടങ്ങണമെന്നുണ്ടെങ്കിൽ എത്ര രൂപയൊക്കെ സ്റ്റാർട്ടിംഗിൽ എക്സ്പെൻസ് വേണ്ടിവരും ഏകദേശം? അതിപ്പോൾ ഒരു പ്ലാന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് വരും. നമ്മൾ ആദ്യം ഇനീഷ്യലി ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ ലൈസൻസ് മാത്രം എടുത്തിട്ട് ഇതെല്ലാ സംവിധാനമുള്ള തമിഴ്നാട്ടിലുള്ള കമ്പനികളായിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ടൈപ്പ് ഇട്ട്, അപ്പോൾ നമുക്ക് ഏറ്റവും മിനിമം കോസ്റ്റിൽ ഈ സാധനങ്ങൾ എത്തിക്കാൻ പറ്റി. അതായത് ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇത് ഫ്രോസൺ ചെയ്യുന്നതാണ് ചെയ്യുമ്പോൾ ഇതിന്റെ നമ്മൾ ചിൽഡാ ചെയ്യുന്നത്. ഐസിൽ തെർമോക്കോൾ ബോക്സിൽ കീപ്പ് ചെയ്ത് കുറച്ചും കൂടി ഇങ്ങനത്തെ സിമ്പിൾ സാധനം പറയണത് വെച്ചാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുന്ന സാധനം അതായിരിക്കും. അതാണ് ഞാൻ ആ ഒരു സാധനം ചോദിച്ചത്. അപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം ഇത് ബോക്സിലിരിക്കും? അത് ഫിഷിനനുസരിച്ചാണ്. ചെറിയ ടൈപ്പ് ഫിഷൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ദിവസം നിൽക്കുള്ളൂ. ഫിഷിൻ്റെ ടെമ്പറും അനുസരിച്ച് അതിൻ്റെ സൈസും ഗ്രേഡും അനുസരിച്ചാണ് അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഷെൽഫ് ലൈഫ് നിൽക്കുന്നത്. പിന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണത് എത്ര നന്നായിട്ടാണ് അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യണത്, അതുപോലെയാണ് ഉദ്ദേശിച്ചത്. അതിന് ഐസ് പക്കായിട്ട് ഐസ് ചെയ്ത് പാക്ക് ചെയ്യുന്നത്.
അല്ലാതെ ഇതിൽ വേറെ അമോണിയം ചേർക്കുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഞാൻ എൻ്റെ ജീവിത എക്സ്പീരിയൻസിൽ ഇതുവരെ അങ്ങനത്തെ ഒരു സാധനം ഉപയോഗിച്ചിട്ടില്ല, അത് ഉപയോഗിച്ച സാധനം നമ്മൾ കണ്ടിട്ടുമില്ല. ഇല്ല. ഓക്കെ. അപ്പോൾ ഒന്നാമത് നിങ്ങൾ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് അയക്കുന്ന വേറെ രാജ്യത്തേക്ക് അമോണിയ അയച്ചാൽ എത്രത്തോളം ഭവിഷ്യത്ത് നിങ്ങൾക്ക് അറിയണോണ്ടും അതോടുകൂടി അപ്പോൾ ഈ ഇങ്ങനെ ഫിഷ് പാക്ക് ചെയ്തു ഇങ്ങനെ അയക്കുന്നു, അപ്പോൾ എങ്ങനെയാണ് ഇത് ഫ്ലൈറ്റ് ആണോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പോകുന്നത്? അപ്പോൾ ചിൽഡ് ആയതുകൊണ്ട് ഇത് ഫുള്ള് ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഫ്ലൈറ്റിലാണ്. അപ്പോൾ GCC പോകണമെങ്കിൽ ഒരു 5 മണിക്കൂർ ട്രാവലിംഗ് ടൈം പ്ലസ് വെറുതെ അവിടുത്തെ ക്ലിയറൻസ് ടൈമിങ്. എത്ര ഉണ്ടാവും ഏകദേശം? അത് ഏകദേശം ഒരു 4-8 മണിക്കൂറിൻ്റെ ഉള്ളിൽ, ഒരു ഹാഫ് ഡേ ഉണ്ട്. ഇവിടുന്ന് മാർക്കറ്റിലെത്തും. അത് GCC കാണുന്നുണ്ടെങ്കിൽ വെരി ഫാസ്റ്റ് എത്തും. പിന്നെ ഏത് രാജ്യത്തേക്ക് അവിടുന്ന് കൂടുതൽ? യൂറോപ്പൊക്കെ പോയിട്ടുണ്ട്. യൂറോപ്പൊക്കെ ആ ടൈമിംഗ് അത് തന്നെ ടൈമിംഗ് വരാം. അതിന്റെ ട്രാവലിംഗ് ടൈം ഒന്നുകൂടി എക്സ്പാൻഡ് ആവും. അത് ഫ്ലൈറ്റ് ടൈം കൂടുന്നത്. ഇത് കാർഗോ ഫ്ലൈറ്റ് ആണ് കൊണ്ടുപോകുക, അതല്ല എന്നുണ്ടെങ്കിൽ സാധാ പാസഞ്ചർ ഫ്ലൈറ്റ് തന്നെ കാർഗോ സെറ്റപ്പ്. പാസഞ്ചർ ഫ്ലൈറ്റ് തന്നെ ഏകദേശം ഒരു 40 ഫീറ്റിന്റെ ഒക്കെ കണ്ടെയ്നർ ഉൾക്കൊള്ളാൻ പറ്റിയ സൈസ് ഫ്ലൈറ്റുകളുണ്ട്. അതായത് അപ്പോൾ അങ്ങനെ പോയി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ആദ്യം ഒരു റിക്വയർമെന്റ് അയച്ചു, എന്നിട്ടുണ്ടെങ്കിൽ ആ റിക്വയർമെന്റിന് വേണ്ട സാധനങ്ങൾ കടപ്പുറത്ത് എവിടെ ഉള്ള വെച്ചാൽ സോഴ്സ് ചെയ്തു. ആ സോഴ്സ് ചെയ്ത് നമ്മൾ പ്രോസസ്സ് ചെയ്തു, ഇത് പാക്ക് ചെയ്തു. ഈ പാക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഇത് തിരിച്ചങ്ങോട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ അയച്ചു കൊടുത്തു. പിന്നെ എപ്പോഴാണ് നമുക്ക് പൈസ കിട്ടുന്നതിൻ്റെ പൈസ? അത് എല്ലാവർക്കും ഉള്ള സംശയിക്കാറ് എന്ത്, ഏത് സമയത്ത് ഞാനിത്, കാരണം ഇതിലൊരു ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവില്ല, അവരെ കയ്യിൽ നിന്നുള്ളൊരു പണം അങ്ങോട്ട് പോയി. കാരണം പിന്നെ സാധാരണ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എന്തുണ്ട്, അല്ലെങ്കിൽ ഒരു മെഷീനറി വാങ്ങുകയാണെങ്കിൽ എൻ്റെ മെഷീൻ എൻ്റെ അടുത്തുണ്ട്, എൻ്റെ 2 ലക്ഷം. ഇത് എങ്ങനെയാണ് ഈ പൈസ തിരിച്ചു നമുക്ക് കിട്ടുക? പിന്നെ അത് പാർട്ടിക്കാരുടെ ഡിമാൻഡ് അനുസരിച്ച് ചിലവർ അവർക്ക് അത്ര ഡിമാൻഡുള്ള സമയമാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് തരും. ചിലർ നമ്മൾ അയച്ചു കൊടുത്തിട്ട് സാധനം കിട്ടിയതിന് ശേഷം പേയ്മെന്റ് ചെയ്യും. അവർ സപ്ലൈ ചെയ്ത് കളക്ട് ചെയ്തിട്ട്. അതൊക്കെ അവർ ഓരോ ബയ്യേഴ്സിന്റെ ക്വാളിറ്റി അനുസരിച്ച്. അപ്പോൾ നിങ്ങൾ എങ്ങനത്തെ ബയ്യേഴ്സിനെ ഡീൽ ചെയ്യുന്നത്? നമുക്ക് രണ്ടും ഉണ്ടായിരുന്നു. അഡ്വാൻസ് തരുന്ന ബയ്യേഴ്സും ഉണ്ട്, പോയിട്ട് പേയ്മെന്റ് തരുന്നവരും ഉണ്ട്. നിങ്ങളെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? അതുണ്ട്. അത് തീർച്ചയായും ചിലവർ നമ്മൾ വലിയ ഇംപ്രസ് ചെയ്ത് നമ്മൾ സാധനം അയക്കും, അപ്പോൾ അയച്ചതിന് ശേഷം പിന്നെ കിട്ടാത്തതും, അതൊക്കെ ഇതിൽ ഓരോ എക്സ്പെരിമെന്റുകളാണ്. ഏകദേശം എത്ര പെർസെന്റേജ് പോയിട്ടുണ്ടാവും? അതൊക്കെ നമ്മൾ ആ ഒരു ടൈമിങ്ങിന് പോയത് നമുക്ക് മേക്ക് ചെയ്തെടുക്കാൻ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ടുള്ള ഒരു താഴ്ച, അതൊക്കെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ഈ പാക്ക് ചെയ്ത് വിടുന്നു, ഇത് വിടുന്നു. പിന്നെ അപ്പോൾ ഈ കളക്ട് ചെയ്യുന്ന സാധനം എന്തുകൊണ്ട് കേരളത്തിൽ ഇതിനൊരു പ്രോസസ് യൂണിറ്റ് ഇല്ലാത്തത്? കൊച്ചിയിലൊക്കെ കുറേ യൂണിറ്റ് ഉണ്ട്. ഞാൻ അങ്ങനെ മറ്റേ നമ്മൾ കുമ്പളങ്ങിയിൽ ഒരു യൂണിറ്റിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു, മറ്റേ ഷൈൻ ഇങ്ങനെ തൊപ്പിയൊക്കെ ഇട്ട് ഇങ്ങനെ കൊട്ടുന്ന അങ്ങനത്തെ ഒരു സാധനം കണ്ടിരുന്നു. അപ്പോൾ കൊച്ചിയിൽ സംഭവം ഇത് പ്രോൺസ് മാത്രം, ആ പ്രോൺസ് ആണെന്നുണ്ടെങ്കിൽ കണ്ടിരുന്നു. കൊച്ചിയിൽ ഒരുപാട് യൂണിറ്റ്, ഫ്രോസന്റെ ഒരുപാട് യൂണിറ്റുകളുണ്ട്. ഫ്രോസൺ ആണ് കൂടുതൽ കൊച്ചിയിൽ. ശരിക്കും ഫ്രഷിലാണ് നിങ്ങൾ ചെയ്യുന്നത്? ഫ്രഷിൽ ചെയ്യണ കൂടുതൽ പേരും തമിഴ്നാട് ഭാഗത്താണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മറ്റു ഭാഗത്തും ഉണ്ട്. പക്ഷെ കേരളത്തില് കൊച്ചിയിൽ കൂടുതൽ ഫ്രോസൺ കമ്പനീസ് ഉണ്ട്. അതെവിടെക്കാ കൂടുതൽ പോകുന്നത്? അത് യൂറോപ്പും മിഡിൽ ഈസ്റ്റും പല സ്ഥലത്ത് പോകുന്നുണ്ട്. അതിന് പ്രോൺസ് ആണ്. അപ്പൊ ഈ പ്രോൺസ് ക്ലീൻ ചെയ്തിട്ടുള്ളതും. അപ്പൊ ഈ കേരള മാർക്കറ്റിൽ നിന്നുള്ള മീന് എവിടെ പോയിട്ടാണ് പിന്നെ തിരിച്ച് ഇങ്ങോട്ട് പോരുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്? അതായത് ഇപ്പോൾ കേരളത്തിലൊരു മീൻ പിടിച്ചു, ഇപ്പോൾ ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെ അടുത്തുള്ള പൊന്നാനി മാർക്കറ്റിൽ ഒരു മീൻ വന്നു. അത് അവിടുന്ന് ഒരു സെൻട്രൽ, ഇപ്പോൾ തിരൂർ മാർക്കറ്റൊക്കെ വലിയ മാർക്കറ്റ്, തിരൂർ ശരിക്കും ഒരു കടപ്പുറം അല്ലെങ്കിൽ വലിയൊരു മാർക്കറ്റാണ്, മീനിൻ്റെ മാർക്കറ്റാണ്. പിന്നെ ഇപ്പോൾ വിശാഖപട്ടണം പറയാം. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്നാണ് അങ്ങ് കിട്ടുക. അല്ലാന്നുണ്ടെങ്കിൽ ഈ കടപ്പുറത്ത് നേരെ ഈ ബോട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ കളക്ട് ചെയ്യുക? എങ്ങനെയാണ് ഇതിന്റെ? നമുക്ക് കറക്റ്റ് ബോട്ടുകൾ ഹാർബറിൽ നിന്നാണ് നമ്മൾ കളക്ട് ചെയ്യുക. മാർക്കറ്റിൽ നമ്മൾ കളക്ട് ചെയ്യുന്നില്ല. മാർക്കറ്റിൽ നിന്നില്ല, നമ്മൾ ബോട്ടിൽ നിന്ന് അൺലോഡ് ചെയ്യുക. ആ സമയത്ത് തന്നെ അവിടെ ഉള്ള ഏജൻസി, ലോക്കൽ ആളുകളേക്ക് നമ്മൾ. അപ്പൊ ഇവരെങ്ങനെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഈ സാധനം അയച്ചത്? എന്താണ്? അവർക്കൊക്കെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് ബയേഴ്സിന്. അപ്പോൾ അവർക്ക് കറക്റ്റ് ലിസ്റ്റ് വിടും. അതിന് അഗേൻസ്റ്റ് അവർക്ക് സാധനം ഉണ്ടെങ്കിൽ നമ്മൾ അയച്ചു. അപ്പൊ തന്നെ അഡ്വാൻസ് പേയ്മെന്റ് എടുക്കുക? എങ്ങനെ അതിന്റെ ഡീല്? അതും ഈ പറഞ്ഞ പാർട്ടിക്കാരെന്ന് നമുക്ക് സാധനം കിട്ടിയ ഉടൻ പോകുന്നുണ്ട്, ഷിപ്മെന്റ് പോയിട്ട് പോകുന്നുണ്ട്. അതൊക്കെ അവരുടെ ഒരു ട്രസ്റ്റ്. ഒരു ഷിപ്മെന്റ് എത്ര രൂപ ഇതുണ്ടാവും? അത് ഫിഷിന്റെ ഇതനുസരിച്ചാണ്. ഒരു മിനിമം ഷിപ്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ മിനിമം ഷിപ്മെന്റ് ഒരു 8-10 ലക്ഷത്തിന്റെ ഒക്കെ. 10 ലക്ഷം. അതായത് ഒരു 10 ലക്ഷത്തിന് റിസ്ക് എടുക്കാൻ പറ്റുന്ന മാത്രമേ ഇതിലേക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, വരാൻ പാടുള്ളൂ. അതിലും മധ്യക്കാണ് പോകണമെങ്കിൽ ഷിപ്മെന്റിന്റെ കോസ്റ്റ് കുറയും. പക്ഷെ പ്രോൺസും അങ്ങനത്തെ ഐറ്റംസും കൂടിയ ഐറ്റംസ് ആണ് പോകണമെന്നുണ്ടെങ്കിൽ ഫിഷിന്റെ പ്രൈസ് അനുസരിച്ചാ. 100 രൂപയുടെ ഫിഷും ഉണ്ട്, 1000 രൂപയുടെ ഫിഷും ഉണ്ട്. ഈ പോണ ഫിഷിന് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചെന്തുണ്ടോ? ഇപ്പൊ ഫ്ലൈറ്റിൽ കയറ്റുന്ന സമയത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡാമേജ് ഉണ്ടായാലും? അങ്ങനത്തെ ബോക്സ് ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഓഫ് ലോഡ് ആവും. എയർപോർട്ടിൽ നിന്ന് ആ സാധനം എയർവേസ് കട്ട് ചെയ്ത് അവിടെ തിരിച്ച് നമ്മൾ ഇറക്കി കയറ്റി എയർപോർട്ടിൽ തന്നെ തരും.
അവിടെ നിന്നുള്ള പ്രശ്നങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് പെട്ടി ലീക്കേജ് കാര്യങ്ങൾ കേറ്റുന്ന സമയത്ത് എല്ലാം പറ്റി കഴിഞ്ഞാൽ നമുക്ക് സോർട്ട് ചെയ്യാൻ അതൊക്കെ വരും. സ്വാഭാവിക യാത്രയിലൊക്കെ ചിലപ്പോൾ ഇല്ലല്ല അതൊക്കെ പിന്നെ അവിടെ നിന്ന് മാനേജ് ചിലപ്പോൾ നമ്മൾ റിട്ടേൺ കൊടുത്തിട്ട് റീപാക്ക് ചെയ്തിട്ടൊക്കെ പോകേണ്ടി വരും. ഫ്ലൈറ്റ് കമ്പനിയുടെ പോളിസീസ് അനുസരിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ പോളിസി ഇതിന്റെ ഈ കാർഗോ ഷിപ്മെന്റ് രജിസ്ട്രേഷൻ ഒക്കെ എങ്ങനെ ചെയ്യപ്പോ? അതിനൊക്കെ അതിന്റെ ഏജൻസികളുണ്ട്. ഈ കാർഗോ സെക്ഷൻ ഹാൻഡിൽ ചെയ്യണേ അത് മാത്രം ചെയ്യുന്ന ഏജൻസികളുണ്ട്. അവരാണ് ആ ബുക്കിംഗ് എടുക്കലും കാര്യങ്ങളും ഇതൊക്കെ. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ ഒരു ആശയുണ്ട്, ഒരു ബയ്യറെ കിട്ടിയിട്ടുണ്ടെന്നുണ്ട്, ഇതെല്ലാം ചെയ്തിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ഏജൻസികൾ എന്തുണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അവരെ പിടിച്ചാൽ മതി. നമ്മൾ സ്വന്തം ബുദ്ധി പഠിക്കാൻ പോയിട്ട് സമയം കളഞ്ഞിട്ട് പൈസ കളയാതിരിക്കാൻ ഏറ്റവും ബെറ്റർ. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ കാർഗോ ഹാൻഡിൽ ചെയ്ത് ഏത് ഫ്ലൈറ്റിലായിരുന്നു? നമ്മള് എല്ലാ ഫ്ലൈറ്റും ചെയ്തിട്ടുണ്ട്. ഇൻഡിഗോ അത് ഓരോ ഇതനുസരിച്ചില്ല സമയമുണ്ട്. കാർഗോ മാനേജ് ചെയ്യുന്ന കമ്പനിയുടെ പറയാം ഇന്ന ഫ്ലൈറ്റിന്റെ സമയത്ത് അവൈലബിൾ ആണ്, സ്ലോട്ട് ഉണ്ട്, അങ്ങനെയാണ് പറയാ. ബുക്കിംഗ് അവരെടുത്ത് തരും. അപ്പൊ നമ്മൾ ആദ്യം പറയാം നമുക്ക് പ്രിഫർ ടൈമിംഗ് ഉണ്ടാവില്ല. അപ്പൊ മാർക്കറ്റിൽ എത്ര ടൈമിംഗ് ആക്കാം, അപ്പൊ അതിനനുസരിച്ചുള്ള ഫ്ലൈറ്റ് നമ്മൾ പറയാം. അപ്പൊ അതിൽ ഫുൾ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ അടുത്ത ഫ്ലൈറ്റ്. പിന്നെ ചാർജ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ എമിറേറ്റ്സിനൊക്കെ ഒരു ചാർജ് ആണെങ്കിൽ ഇന്ത്യൻ ഫ്ലൈറ്റിനെ കുറച്ചും കൂടി ചാർജ് കുറവായിരിക്കും. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഷിപ്മെന്റ് കൂടി പ്ലാൻ ചെയ്തിട്ട് അവിടെ പ്രോസസ് ചെയ്ത് എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി എന്തായിരിക്കും. പിന്നെ അതിന്റെ ബുക്കിംഗ് ചിലപ്പോൾ പെട്ടെന്ന് തീരും. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ചിലവര് ഒന്നും കൂടി ഇൻട്രസ്റ്റുകൾക്ക് എമിറേറ്റ്സ് പോലത്തെ ഫ്ലൈറ്റിനെ ചൂസ് ചെയ്യണമല്ലുണ്ട്. അങ്ങനെ ഉണ്ട്. അപ്പോൾ അത് ശരിക്ക് നമ്മളൊരു ബ്രാൻഡ് നന്നാക്കാൻ വേണ്ടിയിട്ട് അതൊന്നുകൂടി ആക്യുറസി ഒക്കെ ഉണ്ടാവും. കുറച്ചും കൂടി കോണ്ടാക്ട്സും അപ്ഡേറ്റ്സും അത് സാധനം ഇവിടെ എത്തി എന്തെത്തി അത് ഒന്നുകൂടി ഇതാണ് കുറച്ചും കൂടി സ്റ്റാൻഡേർഡൈസ് ആവും. കാരണം ടേക്ക് ഓഫ് ആവുന്നുള്ളത് ഉറപ്പാ. അതായത് ഇന്ന സമയത്ത് നമ്മൾ വിട്ടിട്ടുണ്ട്, അവിടെ സാധനം ഇറക്കിയിട്ട് കസ്റ്റമർക്ക് സാധനം കിട്ടുന്നില്ല. അപ്പൊ GCCയിൽ ഏത് കൺട്രിക്ക് നിങ്ങൾ കൂടുതൽ ചെയ്തിരുന്നത്? സൗദി, ദുബായ്. സൗദി, ദുബായ്. അതില് നമ്പർ 1 പറയണെങ്കിൽ ആരാ? സൗദിയിൽ നമുക്ക് ഹ്യൂജ് ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൗദിയിലാണ് നിങ്ങൾ ഏത് ഐറ്റം കൂടുതൽ പോയി? അത് ഗ്രൂപ്പർ ഐറ്റംസ്, ഗ്രൂപ്പർ അമോർ ഐറ്റംസ്. അത് കട്ട് ചെയ്തിട്ടാണ് പോവുക അല്ലെങ്കിൽ ഇതിന്റെ ഫുൾ ഓൾ ആയിട്ട് പോയിട്ട് അവിടെ പോയി കട്ട് ചെയ്യും? അവരുടെ ആണ് അതിന്റെ പ്രോസസ്സുകൾ നടക്കുന്നത്. ഇവിടുന്ന് നമ്മൾ സാധാ പോലെ തന്നെ ഫുൾ അതേപോലെ ഫിഷ് ഐസ് ഇട്ടിട്ട് നേരെ ബോക്സിൽ ഇട്ടിട്ട് എന്ത് ചെയ്യും സാധനം ഇവിടെ നിന്ന് പല പ്രൊസീജിയർ. അപ്പൊ അവിടെ എത്ര ഏകദേശം അവർ കീപ്പ് ചെയ്യുന്നുണ്ടാവും? അത് അവര് സെയിം ഡേ തന്നെ മാർക്കറ്റിൽ പോകും. പിന്നെ പല യൂണിറ്റുകൾ പോകും, റീറ്റെയിൽ സ്റ്റോറുകളിൽ പോകുന്നുണ്ടാവും, കമ്പനികൾക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടാവും. അത് അവരുടെ അതായത് ഇപ്പോൾ ഇതൊരു ചെയിൻ നെറ്റ്വർക്ക് ഉള്ളപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റിലയൻസിന് ഒരു ചെയിൻ നെറ്റ്വർക്കാണ് ഇവിടെ, സ്മാർട്ട് സ്റ്റോർ എന്ന് പറഞ്ഞാൽ അവരുടെ സ്റ്റോർ. അപ്പോൾ അവർ ചെയ്യുന്ന പോലെ അവരെ ഒരു നെറ്റ്വർക്ക് ചെയിനിലേക്കാണ് നിങ്ങൾ കൊടുത്തിരുന്നത്, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് അവിടെ സെപ്പറേറ്റ് സപ്ലൈ ചെയ്യുന്ന ഒരു ടീംസ് ഉണ്ട്? എങ്ങനെയാണത്? അവരെ സപ്ലൈ ചെയ്യുന്ന ടീമുകളാണ് അവരൊക്കെ. അവർക്ക് സപ്ലൈ ചെയ്യാനുള്ള അവർ റീറ്റെയിൽ സംവിധാനങ്ങളൊക്കെ അവർക്ക് CNF പോലുള്ള ഒരു ടീം അങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റ് എന്നൊക്കെ ഉള്ള സാധനത്തിൽ അവർ റിക്വയർമെന്റ് ഇങ്ങനെ അയച്ചു കൊടുക്കും. അവർക്ക് എന്ത് ചെയ്യും, അപ്പോൾ നമ്മൾ സാധനം അയച്ചു കൊടുക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഫേസ് ചെയ്ത കുറേ ഇഷ്യൂസ് ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അതിൽ ഏറ്റവും ഫേസ് ചെയ്ത ഒരു വലിയ 2-3 ഇഷ്യൂ പറയുകയാണെങ്കിൽ എന്തായിരിക്കും? കാരണം ഇനി വരുന്നവരും അത് ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ളതാണ്. ഇതിൻ്റെ ഒരു പകുതി കൺട്രോള് നമ്മളെ ഗവൺമെന്റ് നമ്മളെ കയ്യിലുണ്ടാവും. പകുതി കൺട്രോൾ ഇത് സെന്റ് അയക്കണ ബയ്യേഴ്സിന്റെ രാജ്യത്തിന്റെ കൺട്രോൾ. അതായത് ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ നിന്ന് സൗദിക്ക് അയക്കുകയാണെങ്കിൽ സൗദിന്റെ കൺട്രോളാണ് പകുതി എടുക്കുന്നത്. പകുതി അത് അങ്ങനെ പറയാൻ കാരണം എന്താ? അത് അവിടുത്തെ ഡോക്യുമെന്റിൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ എന്താവും, ഈ സാധനം അവിടെ ഡിസ്പോസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നിട്ട് ഇന്ത്യയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയൂല. അതായത് ഇവിടെ നമ്മൾ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞു, പിന്നെന്തായി അവിടെ ക്വാളിറ്റി ചെക്കിങ് എന്തെങ്കിലും ക്വാളിറ്റിന്റെ മാത്രമാവില്ല, ഡോക്യുമെന്റിൽ എന്തിലെങ്കിലും മൈക്രോ വരുന്ന പ്രശ്നത്തിൽ എന്ത് ചെയ്യപ്പെടും, ചിലപ്പോൾ അത് ഡിസ്പോസ് ചെയ്യപ്പെടും. അപ്പൊ പകുതി ഭാഗം നമുക്ക് കിട്ടും. അതായത് ഇപ്പൊ ഇവിടുന്ന് നമ്മൾ അയക്കുന്ന സമയത്ത് ഇവിടെ ഒരു ക്വാളിറ്റി ചെക്കിങ് ഉണ്ടാവില്ല, എന്തായാലും നമ്മൾ ചെയ്യുന്ന ചെക്കിങ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അവിടെ എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് അവിടെ ചെക്കിങ് ഉണ്ടാവും, ക്വാളിറ്റി ചെക്കിംഗ് ഉണ്ട്, QC എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച്? അവിടെ QC ഉണ്ട്, ഇതിന് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്വാളിറ്റി ചെക്ക് ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് ഓരോ ഷിപ്മെന്റും ചെക്ക് ചെയ്യും. ഓരോ ഷിപ്മെന്റിനും ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ടെങ്കിലേ കയറുള്ളൂ. പിന്നെ ചില സമയത്ത് ചില പ്രൊഡക്റ്റുകൾ അവിടെ ബാൻ ചെയ്യും, ഇന്ത്യന്റെ നിശ്ചിത പ്രൊഡക്റ്റുകൾ. അത് നമ്മൾ ആ സമയത്ത് അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഷിപ്മെന്റ് മൊത്തം, അതായത് നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അവിടെ എത്തുന്ന സമയത്തേക്കാണ് ചിലപ്പോൾ ബാൻ വന്നിട്ടുണ്ടാവുക. അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യന്റെ ചെമ്മീൻ ബാൻ ചെയ്ത സമയം ഉണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ഷിപ്മെന്റ് നമ്മളത് അവിടെ എത്തി. ബാൻ ചെയ്ത സമയത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് ചെമ്മീൻ നമ്മളത് എത്തി. അപ്പൊ അത് ഡിസ്പോസൽ പോയി. വലിയൊരു എമൗണ്ടിന്റെ ഷിപ്മെന്റ്, അതൊരു 12 ലക്ഷം റുപ്യേന്റെ മേലുള്ള ഒരു ഷിപ്മെന്റ് ആയിരുന്നു. നേരത്തെ പറഞ്ഞ 10 ലക്ഷത്തിന്റെ ഒരു 12 അപ്പൊ അതിലെന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ വരുന്നവർക്ക് മനസ്സിലാവും
ഇന്ന് ടീമിന് ഷിപ്മെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രശ്നമായിട്ടുണ്ട്, അതുകൊണ്ട് ബാക്കിലേക്ക് വിടാണ്ട. പക്ഷെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ റിസ്കുകളൊക്കെ എക്സ്പോർട്ടിൽ വരും. അതിപ്പോ സാധാരണ എല്ലാം, പക്ഷെ ഇതിന്റെ ഓളിയം കുറച്ചും കൂടി, അതായത് നമ്മളെ കയ്യിൽ നിന്ന് അങ്ങ് വിട്ടുപോയി, ഇനി അതായത് കുളത്തേക്ക് നമ്മൾ ചാടി കഴിഞ്ഞു ഇനി മുങ്ങി തിരിച്ചെടുക്കാൻ പറ്റും. പക്ഷെ നാട്ടിലൊരു മാർക്കറ്റിലാണ് വിടുന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റിൽ അവിടെ ആവശ്യമില്ലാണ്ടെങ്കിൽ അടുത്ത മാർക്കറ്റിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടാവും. ഇത് രാജ്യം വിട്ട് പോയ സ്ഥിതിക്ക് എൻ്റെ ഒരു സുഹൃത്ത് ഈ ഇതിന്റെ മീനിന്റെ സപ്ലൈന്റെ പരിപാടി ഉണ്ട്. അപ്പോൾ ആള് ഫസ്റ്റ് എന്ത് ചെയ്യും, തൂത്തുക്കുടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓടിയിട്ട് ചിലപ്പോൾ തിരൂർ എത്തുമ്പോൾ ഇത് കാലിയാവുന്നതാണ്. അങ്ങനത്തെ ഒരു സംഭവം പറഞ്ഞാൽ അങ്ങനെ എന്താ നടക്കുന്നത്? അത് മാർക്കറ്റിംഗ്, ലോക്കൽ മാർക്കറ്റ് സപ്ലൈസ് ആണ്. അതിപ്പോൾ അവർ തൂത്തുക്കുടിയിൽ നിന്നും ആ ഒരു പരിസര പ്രദേശത്തുള്ള ഫിഷ് എടുത്തു കഴിഞ്ഞാൽ ഡിമാൻഡുള്ള സ്ഥലത്തേക്ക് കുറച്ച് ബോക്സ് ചോദിച്ചു. അവർ 200 ബോക്സിന്റെ പിക്കപ്പ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് കുറച്ച് വെക്കും, കൊല്ലത്ത് വെക്കും, ആലപ്പുഴ വെക്കും, അങ്ങനെ അതിനൊക്കെ മാർക്കറ്റിൽ ഏജൻസീസ് ഉണ്ട്. അവിടെയൊക്കെ ബോക്സ് ഇറക്കി വെച്ച് പോകുള്ളൂ എല്ലായിടത്തും. അപ്പോൾ ഏതെങ്കിലും ഒരു മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ എവിടെയെങ്കിലും കപ്പ് ഉണ്ടാവും, അവിടെ നിന്നൊക്കെ മേക്കപ്പ് ചെയ്തിട്ട്, അതായത് ഇന്ന സ്ഥലത്ത് ഇന്ന മീൻ ഇല്ലാന്ന് അറിയുമ്പോൾ ആ വണ്ടി അങ്ങോട്ടേക്ക്, ആ വണ്ടി കുറച്ച് സാധനം അവിടെ ഇറക്കി വെച്ച് കൊടുക്കും, കുറച്ച് മറ്റു മാർക്കറ്റിൽ വെച്ച് കൊടുക്കും. ഏതെങ്കിലും മാർക്കറ്റിൽ ലോസിൽ പോകും. എന്തായാലും ഇങ്ങനെയൊക്കെ ഇറക്കി വെക്കുന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള സാധനം ശരിക്കും ഇപ്പോഴും നമുക്ക് കിട്ടുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് കിട്ടുന്നുണ്ട്, ചെറിയ മീനൊക്കെ ഇവിടെ തന്നെയുള്ള കിട്ടുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു വെറൈറ്റീസ് ആണ് കുറവ്, കൂടുതൽ വെറൈറ്റീസ് ഐറ്റംസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ നല്ല മീനുകൾ നമുക്ക് കിട്ടുന്ന. വേറെ സംഭവം എന്താ വെച്ചാല്, ഇപ്പോ നിങ്ങളിപ്പോൾ കടൽ മീനിന്റെ കാശാണല്ലോ പറയുന്നത്. ഇപ്പോൾ പുഴമീൻ അല്ലെങ്കിൽ ഇപ്പോൾ ഈ എന്തൊരു വട്ടം കെട്ടിയിട്ടൊരു മീൻ വളർത്തുന്ന കുറെ ഗവൺമെന്റ് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് അതെന്താ ശരിക്കും അത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ? അത് ഈ ചെമ്മീൻ്റെ വിഷയത്തിലൊക്കെ കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നത്, കൾച്ചർ ചെയ്ത ഫിഷുകൾ. ചെമ്മീനിൽ വെനാമിയൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അല്ലാതെ നോർമൽ നമ്മൾ സിലോപ്പി അല്ലെങ്കിൽ മറ്റേ കട്ട്ല, റൂഹു അങ്ങനത്തെ ടൈപ്പ് ഒന്നും ആഫ്രിക്കൻ മീനൊക്കെ ചെയ്യുന്നൊന്നും എക്സ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല. അതിന്റെ ബയേഴ്സ് ഉണ്ടാവും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ചെയ്തിട്ട്, നമ്മൾ യൂറോപ്പ് ഇവിടെ സൗദി ബേസ് ആയതുകൊണ്ട് കടൽ ഫിഷാണ് കൂടുതൽ. പിന്നെ ഈ പറഞ്ഞ ചെമ്മീന് കൾച്ചർ ചെയ്തത്. ഈ സൗദിക്ക് ഇത്രയും മീൻ പോകാൻ എന്താ, അവിടെ ഫിഷ് ഇല്ല കടലില്? അതിന്റെ അവിടുത്തെ ഉപയോഗത്തിനനുസരിച്ചുള്ള അവൈലബിലിറ്റി അവിടെ ഉണ്ടായി, അതെന്താ നമുക്കറിയില്ല. പക്ഷെ ഇത് ഒരു പവിയപ്പൊറ്റൊക്കെ ഉള്ള സ്ഥലത്താണ് ഈ ആമൂർ ഐറ്റംസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അതിൽ ഇന്ത്യയിൽ എന്തുണ്ട്, തമിഴ്നാട് സൈഡിലൊക്കെ മെഷീൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. അപ്പൊ അത് ഇവിടുന്ന് അവർ ഈ GCC ഉള്ള എൻ്റെ ഒരു സുഹൃത്ത് ഷെഫ് ഉണ്ട്, ഡിഫൻസിൽ ഷെഫാണ്. അവൻ പറയും സാൽമന് വേണ്ടിയിട്ട് ഇവർ ഏറ്റവും കൂടുതൽ നമ്മൾ തല്ലുണ്ടാക്കുന്നത് ഒറിജിനൽ സാൽമൻ വേണം എന്നിട്ട്. അതെന്താ ഇത്ര ഈ സാൽമൻ ഇത്ര ഇത് പറയാൻ കാരണം? സാൽമന് ഒരുപാട് ഗുണങ്ങളുള്ള ഫിഷാണ്. അത് പിന്നെ അവിടെ നമ്മളിവിടെ നിന്നല്ല പോകുന്നത്, നോർവേ എന്നൊക്കെയാണ് അത് ഇമ്പോർട്ട് ചെയ്ത് വരുന്നത്. ശരിക്കും സാൽമൻ അപ്പൊ ഇന്ത്യയിൽ പ്രൊഡക്റ്റ് അല്ല, അത് കോൾഡ് വാട്ടർ ഫിഷാണ്. അപ്പൊ അത് നോർവേ എന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ട് വരുന്നത്. പിന്നെ ഒരു ഡപ്പൽ ഇങ്ങനെ അടച്ചിട്ടൊരു മീൻ തുറക്കണം, അത് എക്സ്പോർട്ട് ചെയ്യുന്ന എങ്ങനെ, അതെന്താ പരിപാടി? അത് പ്രോസസ് ചെയ്ത ഫിഷുകളാണ്. അത് ട്യൂണ പോലത്തെ ഫിഷുകളാണ് അതിൽ കൂടുതൽ വരിക. അത് പിന്നെ ഫുള്ളായിട്ട് പ്രോസസ് ചെയ്ത് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ചിൽഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. എല്ലാതും ഡിഫറെന്റ് കാറ്റഗറീസ് ആണ്. ഇപ്പോൾ ചിൽഡ് ഫിഷ് ഒരു കാറ്റഗറിയാണ്, ഫ്രോസൺ ഒരു കാറ്റഗറിയാണ്, പ്രോസസ് ചെയ്ത് ക്യാനൊക്കെ ചെയ്ത് അത് വേറെ കാറ്റഗറിയാണ്, ഡ്രൈ ഫിഷ് എല്ലാം സെപ്പറേറ്റ് ആണ്. നമ്മളതിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ചിൽഡിലാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞൊരു പോയിന്റിലേക്ക് തിരിച്ചു തരാം. ഒരു എക്സ്പോർട്ട് ഫിഷ് റിലേറ്റഡ് ഒരാൾ ചെയ്യുക, ഫ്രഷ് ഐറ്റംസോ അല്ലെങ്കിൽ ഒരു ഫിഷ് റിലേറ്റഡ് സാധനം ചെയ്യാന്നുണ്ടെങ്കിൽ അതൊക്കെ ഏറ്റവും റിസ്ക് കുറഞ്ഞ മെത്തേഡ് ഏതിലേക്ക് ചെയ്യുന്നതായിരിക്കും? ഫ്രോസൺ ആയിരിക്കും. അത് പിന്നെ അതോടുകൂടി സെൽഫ് ലൈഫ് കൂടിപ്പോയല്ലോ. അപ്പോൾ പിന്നെ ഒരു 1 ഇയർ. അതിന് ലൈസൻസിങ് അങ്ങനെ ലൈസൻസ് ഡിഫറൻസ് ആണ്. പിന്നെ ഒന്നുകൂടി ലൈസൻസ് ഒക്കെ ഈസിയാണ്, പക്ഷേ അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ കോസ്റ്റ് കൂടും. ഈ റെഫ്രിജറേറ്റർ കാര്യങ്ങൾ, കോൾഡ് സ്റ്റോറേജ്, പിന്നെ നല്ല ഡീപ്പ് കൂളിങ്ങിന് -20. കേരള സ്റ്റാർട്ടപ്പ് മിഷന് കോൾഡ് സ്റ്റോറേജിന് മാത്രമായിട്ട് സപ്ലൈ ചെയിൻ സപ്ലൈറിന് ഒരു ആക്സിഡന്റ് പ്രോഗ്രാം നടത്തിയിരുന്നു, GCC ബേസ് ചെയ്തിട്ട്. അത് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് അങ്ങനത്തെ ഇന്റഗ്രേറ്റ് ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി കോസ്റ്റ് എഫക്റ്റീവ്. അതെന്താ വെച്ചാൽ അവരെ നിലവിലുള്ള സിസ്റ്റം, വലിയൊരു കമ്പനിന്റെ ഒരു വലിയ ഹോൾഡിംഗ് കമ്പനി നടത്തുന്ന കോൾഡ് ചെയിനിൽ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റാർട്ടപ്പ് സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സുഖമായിരിക്കും. മറ്റേ നമ്മൾ സംവിധാനം ചെയ്യാൻ പോകുമ്പോൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പോവാം. അപ്പോൾ തുടങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഫിഷറീസിന്റെ യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഫിഷറീസ് ഡെവലപ്മെന്റോ അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ എന്തോ സെന്ററിന്റെ പേര് എംബേർഡിന്റെ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ട് അവിടെ പോയിട്ട് എന്ത് ചെയ്ത് അവലപ്പിച്ചിട്ട് ആദ്യത്തെ സാധനമൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് മിനിമൽ പരിപാടിയിൽ എന്ത് ചെയ്തിട്ട് ബയർ ഇതൊക്കെ ഓക്കെ ഈ ബിസിനസ് നമുക്ക് നടക്കും. ഇതിന്റെ റിസ്ക് ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ആണെന്ന് ഉറപ്പുവരുത്തണം. മാർക്കറ്റ് ഫിറ്റ് ആക്കുമ്പോൾ ഇവർക്ക് ഈ സാധനം കേപ്പബിൾ ചെയ്യാൻ പറ്റും, കപ്പാസിറ്റി ഉണ്ടോ, ഇതിന് റൺ ചെയ്യാൻ പറ്റുമോ നോക്കണം. ബയേഴ്സിന്റെ പേയ്മെന്റ് കറക്റ്റ് കിട്ടുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി കഴിഞ്ഞാൽ. ഇപ്പോൾ ഞാൻ എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ പഠിച്ച ആളാണ് ശരിക്ക്.
പക്ഷെ എന്താ പഠിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ബിൽ ഓഫ് ലാഡിംഗ് എന്ന് പറഞ്ഞ പ്രശ്നം എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടൊക്കെ എന്നൊക്കെ പറയും. ഇങ്ങനെ സാധനമൊക്കെ ഇതിനുണ്ടോ? ഇതിന് കുറച്ച് ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നെ നമ്മൾ ഈ ഒരു ഇതിന്റെ യൂണിറ്റ് പോയി സംസാരിച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റ് നമുക്ക് അതിന് സ്ട്രക്ചർ തരും, ചെക്ക് ലിസ്റ്റ് ഒക്കെ തരും. അതില് ഒരു എംബേഡന്റ് ഗവൺമെന്റ് സംവിധാനത്തിൽ പോയി കഴിഞ്ഞാൽ അവരൊക്കെ പറഞ്ഞുതരും. പിന്നെ ഇതിന്റെ കാർഗോ സെക്ഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ CNF ടീമുകൾ ഒരുപാടുണ്ട്. എല്ലാ എയർപോർട്ടിന്റെ പരിസരത്തും എനിക്ക് ഓഫീസ് കാലിക്കറ്റ് എയർപോർട്ടിലുണ്ട്. കാലിക്കറ്റ് ഈ നമ്മളെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ഫിഷ് എക്സ്പോർട്ട് ചെയ്യുന്ന എയർപോർട്ട് ഏതാ? അത് പോകുന്ന വിമാനത്താവളം പറയുകയാണെന്നുണ്ടെങ്കിൽ GCC ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊച്ചിയും കാലിക്കറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ യൂറോപ്പും ഇതൊക്കെയാണ്. നമ്മൾ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് മൂന്നോടത്തും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ചെയ്തിട്ടില്ല. കാർഗോ ഉണ്ട്. കണ്ണൂരൊക്കെ വരുന്ന സമയമായപ്പോൾ ഞാൻ ഈ മേഖലയിൽ നിന്ന് ഇങ്ങനെ കുറച്ച് വിഡ്രോ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. റീറ്റെയിൽ ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഇപ്പോൾ ഒരു പ്രശ്നം പറഞ്ഞല്ലോ. ഇപ്പോൾ അതേപോലെ ഇപ്പോൾ നമ്മൾ എല്ലാ എക്സ്പോർട്ട് ബിസിനസ്സിലും നമ്മൾ ഗവൺമെന്റ് നമുക്ക് ഇങ്ങനെ ക്രെഡിറ്റ് ഗ്യാരണ്ടി തരിക എന്നുള്ള കുറേ പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതിന് കിട്ടുമോ? അതുണ്ട്. ഗവൺമെന്റിന്റെ ഭാഗത്ത് നല്ല സപ്പോർട്ടാണ് എക്സ്പോർട്ട് ചെയ്യുന്നതിന്. കാരണം ഡോളറിന്റെ തിരിച്ചു വരുന്നത് ആയതുകൊണ്ട് തന്നെ നല്ല സപ്പോർട്ടീവാണ്. അതിന്റെ ഒരു അല്ലാതെ ഇപ്പോൾ ഉദാഹരണം പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ബയർക്ക് സാധനം പോയി ഇപ്പോൾ നമുക്കൊരു ബാങ്ക് അവിടെ ഉണ്ടാവില്ല, ഇതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു ബാങ്ക് ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഞാൻ പണ്ട് അപ്പൊ ഈ ബാങ്ക് നമുക്ക് ഈ ബില്ലിന് അഗേൻസ്റ്റ് ആയിട്ട് ലോൺ തരാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഓടി തരാ? ഇല്ല, ഈ പ്രൊഡക്റ്റിന് അതൊന്നും ഇല്ല. ഇത് അവിടെ എത്തി പൈസ കിട്ടിയാൽ മാത്രം. അപ്പൊ ഈ ക്യാഷ് എങ്ങനെ അവര് നമുക്ക് ഹാൻഡിൽ ചെയ്യുന്നത്? ഫുള്ളി ക്യാഷ് നമ്മളെ ബാങ്കിലോട്ട് വരും. ആ ബാങ്കിലോട്ടൊക്കെ ത്രൂ കറക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഡ്രോബാക്കും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഗവൺമെന്റ് തരുന്ന 5% ഡ്രോബാക്ക് ഉണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് അതേ അക്കൗണ്ടിലോട്ട് ആ ക്യാഷ് വന്നു കഴിഞ്ഞാല്. ഡ്രോബാക്ക് എന്ന് പറഞ്ഞാല് നമുക്ക് ഗവൺമെന്റ് തരുന്ന 5% സബ്സിഡി വരുന്നുണ്ട്. നമ്മൾ എത്ര ഡോളറിന്റെ സാധനം അയച്ചത് അതിന്റെ എമൗണ്ട് ബാങ്കിൽ വന്നു കഴിഞ്ഞാല്, അതായത് ഇപ്പോ ഒരു വർഷം ഒരു കോടിക്ക് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് 5 ലക്ഷം രൂപ ഗവൺമെന്റ് തിരിച്ചു തരും. വെറുതെ തരും. അങ്ങനെ പൈസ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. എത്ര കിട്ടിയിട്ടുണ്ടോ ഏകദേശം? അത് അതായിരിക്കും നമുക്ക് ലാസ്റ്റ് കൂട്ടി വരുമ്പോ അതിന്റെ ഒരു എമൗണ്ട് നമുക്ക് ലാഭം എന്താന്ന് വെച്ചാൽ ലാസ്റ്റ് നമ്മളൊരു സെറ്റിൽമെന്റ് ഗവൺമെന്റ് ടൈം പീരീഡ് ഉണ്ട്. അതിന് കുറച്ച് ടൈം പീരീഡ് പേപ്പർ വർക്ക്സ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമ്മളെ അക്കൗണ്ടുകളോട് അത് നമ്മൾ ചെയ്യണം. നമ്മൾ അപ്ലൈ ചെയ്ത് കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ കറണ്ട് അക്കൗണ്ട് തന്നെ അതൊക്കെ ഈസിയാണ്. അതൊക്കെ സപ്പോർട്ട് ഗവൺമെന്റ് ഭാഗത്തുണ്ട്. നമ്മൾ ഈ കറണ്ട് അക്കൗണ്ടിലോട്ട് തന്നെ പൈസ. അപ്പൊ ഈ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഫിഷറീസ് യൂണിവേഴ്സിറ്റിയോ അങ്ങനെ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അത് എംബഡയിലാണ് എക്സ്പോർട്ടിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഫിഷറീസിന്റെ ബാക്കി എല്ലാത്തിനും ഫിഷറീസ് ഇതുണ്ട്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി ഉണ്ട്. ബാക്കി ലോക്കൽ ബിസിനസ്സുകൾക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നതിന് എംബഡ എന്ന് പറഞ്ഞിട്ട് സർവീസ് ഉണ്ട്, സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ ഇപ്പോൾ ഇതിപ്പോ ഫിഷിന്റെ കേസ് മാത്രമാണല്ലോ പറയണ്ടത്. ചിക്കന് ശരിക്കും ഫ്രഷ് ആണല്ലോ അപ്പോൾ നമ്മൾ പറയേണ്ടത്. അതായത് ജീവനുള്ള എന്ത് സാധനത്തിനും ഫ്രഷ് എന്നുള്ള സാധനത്തിലേക്ക് മാറ്റല. ചിക്കൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചിക്കന് വെജിറ്റബിൾ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. ചിക്കൻ എനിക്ക് തോന്നുന്നു കൂടുതൽ ബ്രസീലാണെന്ന് തോന്നുന്നുണ്ട്. അവിടെ GCC-യിലൊക്കെ വരുന്നത് ബ്രസീലിന്റെ പ്രൊഡക്റ്റ് ആണ്. പക്ഷെ കേരളത്തിലുള്ള കുറെ സ്റ്റാർട്ടപ്പുകൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെന്ന്. വെജിറ്റബിൾ ഫ്ലവർ ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നല്ലോണം എക്സ്പോർട്ട് ആയി ഒരുപാട് പോകുന്നുണ്ട്. അപ്പൊ ഈ ഫ്ലവർ പോകുന്നുണ്ടോ? ഫ്ലവർ തമിഴ്നാട്ടിൽ നിന്ന് പോകുന്നുണ്ട്. അതൊക്കെ ഈ പറഞ്ഞ കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നൊക്കെ ഷിപ്മെന്റ് എടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഇങ്ങനെ പോണ സമയത്ത് ഇപ്പോ ഒരാളിത് തുടങ്ങി അയാള് ഈ ഒരു പ്രശ്നം വരുമല്ലോ, ഇപ്പൊ ഇതില് സ്റ്റക്കാവുമല്ലോ. ഈ ഒരു ഷിപ്മെന്റ് അവിടെ പോയി അത് എന്തായി എങ്ങനെ ആയി എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഗവൺമെന്റ് സിസ്റ്റത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ നമുക്ക്? അതിന്റെ അവിടെ നമ്മൾ ഈ ഗവൺമെന്റിന്റെ നമ്മളെ പറ്റിക്കപ്പെട്ട ചെയ്താലൊക്കെ അതൊക്കെ പിന്നെ അതൊക്കെ ഇതിന്റെ റിസ്ക് എന്ന് പറഞ്ഞ പാർട്ടിൽ പെട്ടാണ് ബയ്യേഴ്സിന്റെ ഈ പേയ്മെന്റ് വരിക എന്നൊക്കെ ഉള്ളത്. അതായത് നമ്മൾ അയച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടുന്നവരെ നമുക്ക് റിസ്ക് ആണ്. അതായത് എന്തില്ല, അല്ലാതെ ഗവൺമെന്റ് അതിന് വേണ്ടി അതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. ഓക്കെ. യൂറോപ്പ് കയക്കുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്തായിരുന്നു കൂടുതൽ? യൂറോപ്പിക്ക് നമുക്ക് കുറച്ചും കൂടി ലീഗൽ ഇഷ്യൂസ് കൂടുതൽ. ലീഗല് അത് ഒന്നും കൂടി അപ്രൂവ് ചെയ്ത കമ്പനീസ് യൂറോ അപ്രൂവ്ഡ് കമ്പനീസ് ഉണ്ട്. ആ ലൈസൻസിലുള്ളവർക്ക് മാത്രമാണ് യൂറോപ്പ് കയക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവരുടെ അഡ്രസ്സിൽ അവരുടെ ടൈപ്പിലാണ്. തമിഴ്നാട് നമ്മളെ കന്യാകുമാരിയുള്ള കമ്പനി നമ്മുടെ ടൈപ്പിട്ട് പോയിരുന്നു. അവർക്കൊക്കെ യൂറോ അപ്രൂവ്ഡ്. യൂറോപ്പിൽ നമ്മൾ പോയത് മിക്സഡ് ആയിട്ടാണ്. അതിപ്പോൾ ലോബ്സ്റ്റർ ഉണ്ടാവും, പ്രോൺസ് ഉണ്ടാവും. പ്രോൺസിന് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ചെറിയ ഫിഷുകളൊക്കെ. അതൊക്കെ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഓർഡറാണ് വരുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഇന്ത്യൻ്റെ
പല ഐറ്റംസും ആവശ്യമുണ്ടാവും. അതായത് ഇന്ത്യൻസ് ജീവിക്കുന്ന സ്ഥലത്തുള്ള സൂപ്പർ അത് മാർക്കറ്റ് അവരുടെ റിക്വയർമെന്റ് ആണ്. അപ്പൊ അവർക്ക് നഷ്ടം നാട്ടിലേതെങ്കിലും ഫിഷുകളായിരിക്കും, ഒരുപാട് ലിസ്റ്റുകളുണ്ട്. ആദ്യം എത്ര സമയം കൂടുമ്പോൾ ഷിപ്മെന്റ് അതിന്റെ ഒരു റേഷ്യോ പറയണമെങ്കിൽ? അത് നോർമലി ഇതേ ടൈമിംഗ് തന്നെ, അതിന് ട്രാവലിംഗ് ടൈം ഒന്നുകൂടി കൂടുന്നുള്ളൂ. ഫ്ലൈറ്റിന്റെ ഡ്യൂറേഷൻ ഒരു അവിടെ എത്ര സമയം കൂടുമ്പോൾ റിപ്പീറ്റ് ഓർഡർ വരുന്നുണ്ട് UK ആണെന്നുണ്ടെങ്കിൽ? അതും ഈ പിന്നെ വീക്കിലി 2 times ഒക്കെ പോകുന്ന ടീം. അതായത് ഒരു ഷിപ്മെന്റ് ഒരു സൂപ്പർ മാർക്കറ്റ് പോയ 2 ദിവസം കൊണ്ട് തീർന്നിട്ട് അതാ അപ്പൊ വെരി ഫാസ്റ്റ് ആണ് പരിപാടി. അതായത് സംഭവം നമ്മള് ഒരു സ്റ്റെപ്പ് കടന്ന് നല്ലൊരു ബയ്യറും കൂടി ആണ് കറക്റ്റ് പൈസ വരേണ്ടതുണ്ടെങ്കിൽ പിന്നെ സോഴ്സ് ചെയ്യുന്നിടത്തും ക്വാളിറ്റി ചെയ്യുന്നിടത്തും നമ്മൾ കറക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾ 12 വർഷം തുടർച്ചയായി ചെയ്തിട്ടുണ്ടാവും. അത് നമുക്ക് ഈസിയാണ്, നമുക്ക് ഇതേ റിപ്പീറ്റ് പരിപാടി തന്നെ പോകാനുണ്ടാവുക. പുതിയ ആൾക്കാർ ഓൺബോർഡ് ചെയ്യുന്ന സമയത്ത് നല്ല ശ്രദ്ധിക്കണം. അപ്പൊ അതെങ്ങനെ പുതിയ ആൾക്കാർ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവരെ ചെക്ക് ചെയ്യുക? അത് നമ്മൾ ചിലവർ അഡ്വാൻസ് പേയ്മെന്റ് ചെയ്യും, മറ്റു ചിലവർക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, സാമ്പിൾ ഷിപ്മെന്റ് ചെയ്യും. 2 കൂട്ടർക്ക് അവർക്ക് നമ്മളെ ചിലപ്പോൾ പേടിയുണ്ടാവും, പേയ്മെന്റ് അയച്ചു കഴിഞ്ഞാൽ കിട്ടുമോ എന്നൊക്കെ അവർക്ക് ട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് ചിലപ്പോൾ നമ്മൾ സാമ്പിൾ ഷിപ്മെന്റ് ചെയ്യും, അവർ അഡ്വാൻസ് ചെയ്യും. ഒക്കെ പല രീതിയിലും ബയേഴ്സിനായിട്ട് ഡീൽ ചെയ്ത്. ഇതിപ്പോൾ എക്സ്പോർട്ട് ഏകദേശമൊക്കെ നമ്മൾ കവർ ചെയ്തെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും ഒരു എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒരു സപ്പോർട്ടൊക്കെ ചോദിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യുമോ? നമ്മളെ ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്കിപ്പോൾ ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണം എന്നുണ്ടെങ്കിൽ ബയേഴ്സുകാരോ കയ്യിലുണ്ടെങ്കിൽ ഒരു ടെസ്റ്റ് ഷിപ്മെൻ്റ് ഒക്കെ അടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും. ഒരു ചെറിയ കോസ്റ്റിൽ മിനിമം സെറ്റപ്പിൽ അവർക്ക് എന്ത് ചെയ്യാം, ഷിപ്മെന്റ് അവിടെ എത്തി. അതൊക്കെ ആൾക്കൊരു ഡൗട്ട്, ഇത് എങ്ങനെ ഇവിടെ നിന്ന് എത്തുന്നത്, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും. നിങ്ങളെ നെറ്റ്വർക്കിലുള്ള ഇപ്പോൾ അതായത് ഫ്ലൈറ്റിൻ്റെ സെറ്റപ്പ് ആണെങ്കിലും ലൈസൻസിങ്ങിൻ്റെ QCയിലെല്ലാം ഇപ്പോൾ നിങ്ങൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായത് ആ നെറ്റ്വർക്കിലുള്ള കുറേ ട്രസ്റ്റബിൾ ആൾക്കാരുണ്ടാവുമല്ലോ, അവരൊക്കെ കണക്ട് ചെയ്ത് കൊടുത്താൽ തന്നെ ഈ പരിപാടി ഭയങ്കര ഈസി ആയിരിക്കും. അവർക്ക് ഒരു ഷിപ്മെന്റ്, അവർക്ക് ഒരു സൗദിയിലോട്ടൊരു സാധനം എത്ര എന്നുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽ തരിക, ആ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും, അവർക്ക് ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞാൽ ബിസിനസ് ഒക്കെ അവർ ഓക്കെ ആണെങ്കിൽ അവർ കണ്ടിന്യൂ ചെയ്യാൻ പോയാൽ മതി.